ഇൻവേഴ്സ് ട്രിഗ്നോമെട്രി എന്ന് പറയുന്ന ചാപ്റ്ററിലെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. റൈറ്റ് ദ ഗിവൺ ഫംഗ്ഷൻ ഇൻ ദ സിംപ്ലസ്റ്റ് ഫോം ടാൻ ഇൻവേഴ്സ് റൂട്ട് 1 + x² മൈനസ് ഡിവൈഡ് ബൈ എക്സ് വേർ എക്സ് നോട്ട് ഈക്വൽ ടു 0. അപ്പോൾ നമുക്കിവിടെ തന്നിരിക്കുന്നത് എന്താ? ഇക്വേഷനിൽ തന്നിരിക്കുന്നത്, ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്നത് ടാനിൻ്റെ ടേംസിലാണ് നമുക്ക് ക്വസ്റ്റ്യൻ തന്നിരിക്കുന്നത്. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ലെറ്റ് എക്സ് ഈക്വൽ ടു ടാൻ തീറ്റ എന്ന് എടുക്കുക. അങ്ങനെയാണെങ്കിൽ തീറ്റ എന്തായിരിക്കും? ടാൻ ഇൻവേഴ്സ് എക്സ് ആയിരിക്കും. ഇനി നമുക്ക് ഇത് ഇക്വേഷനിലേക്ക്, ഈ തന്നിരിക്കുന്ന ഫോമിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ എവിടെയൊക്കെ എക്സ് വരുന്നോ അവിടെയെല്ലാം നമ്മൾ എന്താ കൊടുക്കേണ്ടത്? ടാൻ തീറ്റ എന്നുള്ള വാല്യൂ ആണ് കൊടുക്കേണ്ടത്. അപ്പോൾ ടാൻ ഇൻവേഴ്സ് 1 + x² എന്ന് പറയുമ്പോൾ എന്ത് വരും? ടാൻ സ്ക്വയർ തീറ്റ, ഇത് റൂട്ടിനുള്ളിലാണ്, -1 ഓൾ ഡിവൈഡ് ബൈ എക്സിൻ്റെ അവിടെ ടാൻ തീറ്റ which is equal to tan inverse 1 + tan square തീറ്റ എന്ന് പറഞ്ഞാൽ sec² തീറ്റയാണ്. അപ്പോൾ ഈ ടേംസിന് മൊത്തത്തിലായിട്ട് നമുക്ക് എന്തെഴുതാം? sec² തീറ്റ റൂട്ട് ഓഫ് sec² തീറ്റ -1 ഓൾ ഡിവൈഡഡ് ബൈ ടാൻ തീറ്റ എന്ന് നമുക്ക് എഴുതാം. ഇവിടെ നോക്കിക്കേ, റൂട്ടിനകത്ത് സ്ക്വയർ വന്നു കഴിഞ്ഞാൽ ഈ സ്ക്വയറും ഈ റൂട്ടിനെയും നമുക്ക് ക്യാൻസൽ ചെയ്ത് കളയാം. നെക്സ്റ്റ് സ്റ്റെപ്പിൽ എന്ത് വരും? ടാൻ ഇൻവേഴ്സ് sec തീറ്റ -1 ഡിവൈഡഡ് ബൈ ടാൻ തീറ്റ നമുക്കിങ്ങനൊരു ബ്രാക്കറ്റിൽ കൊടുക്കാം. ഇനി നമുക്കറിയാം sec തീറ്റ എന്ന് പറഞ്ഞാൽ 1/cos തീറ്റയാണ്. അപ്പോൾ നെക്സ്റ്റ് സ്റ്റെപ്പ് ടാൻ ഇൻവേഴ്സ് sec തീറ്റയ്ക്ക് പകരം നമ്മൾ എന്ത് കൊടുക്കും? 1/cos തീറ്റ -1 ഓൾറെഡി ഉണ്ട്, അതങ്ങനെ എഴുതി. ടാൻ തീറ്റ എന്താണെന്ന് നമുക്കറിയാം, സൈൻ തീറ്റ ബൈ കോസ് തീറ്റയാണ്. അപ്പോൾ എന്തെഴുതാം? സൈൻ തീറ്റ ബൈ കോസ് തീറ്റ. നെക്സ്റ്റ് സ്റ്റെപ്പിൽ ടാൻ ഇൻവേഴ്സ് ഇതിനെ നമ്മൾ ഇങ്ങോട്ട് ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യണം. എന്ത് കിട്ടും? 1 - കോസ് തീറ്റ ഡിവൈഡഡ് ബൈ കോസ് തീറ്റ ഹോൾ ഡിവൈഡ് ബൈ സൈൻ തീറ്റ ഡിവൈഡഡ് ബൈ കോസ് തീറ്റ. നമുക്ക് എന്തെഴുതാം? ഈ കോസ് തീറ്റയും ക്യാൻസൽ ചെയ്തിട്ട് ടാൻ ഇൻവേഴ്സ് 1 - കോസ് തീറ്റ ഡിവൈഡഡ് ബൈ സൈൻ തീറ്റ എന്ന് എഴുതാം. ഇനി ഇവിടെ ഒരു ഇക്വേഷൻ നോക്കിക്കേ, നമ്മൾ cos² തീറ്റ ഈക്വൽ ടു 1 - 2 sin² തീറ്റ എന്ന് ഒരു ഇക്വേഷൻ ഉണ്ട്. അതിൽ നിന്ന് നമുക്ക് കോസ് തീറ്റ എന്തെഴുതാം? 1 - 2 sin² തീറ്റ/2 എന്ന് എഴുതാം. അപ്പോൾ ഈ കോസ് തീറ്റയ്ക്ക് വരെ നമുക്ക് ഇനി 2 sin² തീറ്റ/2 ഈക്വൽ ടു 1 - കോസ് തീറ്റയാണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ ടേംസിനെ മൊത്തത്തിൽ എന്തെഴുതാം? 2 sin² തീറ്റ/2 ടാൻ ഇൻവേഴ്സ് 2 sin² തീറ്റ/2. ഇനി സൈൻ 2 തീറ്റ എന്ന് പറഞ്ഞാൽ എന്താ? 2 sin തീറ്റ കോസ് തീറ്റയാണ്. അങ്ങനെയാണെങ്കിൽ സൈൻ തീറ്റ എന്താണ്? 2 sin തീറ്റ/2 കോസ് തീറ്റ/2. നമുക്കപ്പോൾ സൈൻ തീറ്റയ്ക്ക് വരെ എന്ത് പറയാം? 2 sin തീറ്റ/2 കോസ് തീറ്റ/2. ഇനി ഇവിടുന്ന് ഈ 2ഉം ക്യാൻസലാവും. ഇതിലൊരു സൈൻ തീറ്റയും ഇതിലൊരു സ്ക്വയറിലുള്ള സൈൻ തീറ്റയും ക്യാൻസലാവും. ബാക്കി എന്ത് കിട്ടും നമുക്ക്? ടാൻ ഇൻവേഴ്സ് ഇവിടെ 2 sin² തീറ്റ/2 ആണ് കേട്ടോ. അപ്പം നമുക്ക് ബാക്കി എന്ത് കിട്ടും? സൈൻ തീറ്റ/2 ഡിവൈഡ് ബൈ കോസ് തീറ്റ/2. നമുക്ക് എന്തെഴുതാം? ടാൻ ഇൻവേഴ്സ് സൈൻ തീറ്റ കോസ് തീറ്റ എന്താണ്? ടാൻ തീറ്റ. അപ്പോൾ സൈൻ തീറ്റ/2 ഡിവൈഡ് ബൈ കോസ് തീറ്റ/2 എന്ത് വരും? ടാൻ തീറ്റ/2. അങ്ങനെയാണെങ്കിൽ ഈ ടാൻ ഇൻവേഴ്സും ടാനും കൂടെ ക്യാൻസലായിപ്പോയി, തീറ്റ/2 വരും. ഇതുകൊണ്ട് നിർത്തരുത്, നമ്മൾ തീറ്റയ്ക്ക് എന്താണ് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തേക്കുന്നത്? ടാൻ ഇൻവേഴ്സ് x/2.